ബഹുമാനരായ എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി എനിക്കുള്ള സ്നേഹ വന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഒരു ലൈവിലേക്ക് വരുവാൻ അവസരമുണ്ടായത്. ഈ രാത്രിയിൽ ദൈവഹിതത്തിൽ ആശ്രയിച്ചുകൊണ്ട് യോശുവയുടെ പുസ്തകത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം, അതാണ് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നാം എല്ലാവരും അറിയുന്ന പോലെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവദാസനായ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിച്ച് കനാൻ ദേശം കൈവശമാക്കി അവർക്ക് വിഭജിച്ചു നൽകി അവരെ അനുഗ്രഹിക്കുന്നതിന് അവരുടെ മുമ്പാകെ നേതൃത്വം നൽകിയ ഒരു വിശിഷ്ട വ്യക്തിയാണ് ദൈവദാസനായ യോശുവ. ആ യോശുവയുടെ ചരിത്രവും അദ്ദേഹത്തിന്റെ വീര പരാക്രമങ്ങളും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പുസ്തകം വാസ്തവത്തിൽ വളരെ വ്യക്തതയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തോടെ നമുക്ക് തുലനം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം സഭയുടെ 30 വർഷക്കാലത്തെ ചരിത്രത്തെ നമ്മുടെ മുമ്പാകെ അനാവരണം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മഹത്വരമായ ചരിത്രത്തിലെ 30 വർഷങ്ങളുടെ ചരിത്ര സംക്ഷിപ്തം പരിശുദ്ധാത്മാവായ ദൈവം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. പുതിയ നിയമസഭയുടെ 30 വർഷത്തെ ചരിത്ര സംക്ഷേപം പ്രവൃത്തിയുടെ പുസ്തകം പറയുന്നു. യോശുവയുടെ പുസ്തകം ഇസ്രായേലിന്റെ 30 വർഷക്കാലത്തെ ചരിത്രം, അതും കനാൻ ദേശത്ത് എത്തിയതിനു ശേഷമുള്ള ചരിത്രത്തെ രേഖപ്പെടുന്നു. യോർദാന്റെ അനുഭവത്തിനു ശേഷം ദൈവം യോശുവയെ ഏറ്റവും അധികം ഉയർത്തി അവനെ മഹത്വപരമായ ഒരു സ്ഥിതിയിലാക്കി എന്ന് വായിക്കുന്നു. ആ ചരിത്ര സംഭവമാണ് യോശുവയുടെ പുസ്തകത്തിൽ വിശദമാക്കുന്നത്. അതുപോലെ തന്നെ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം വളരെ ഉന്നതമായ നിലയിലേക്ക് ഉയർത്തിയ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. യോശുവയിൽ ആക്കാൻ മുഖാന്തരമായി ഇസ്രായേൽ മക്കളുടെ മേൽ വന്ന കഠിനമായ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അനന്യാസ്, സഫീറ എന്നീ ദമ്പതിമാരുടെ ഗുരുതരമായ പാപത്തിന്റെ ഫലമായി ഉണ്ടായ ന്യായവിധി കാണപ്പെടുന്നു. അങ്ങനെ പല നിലയിലും യോശുവയുടെ പുസ്തകവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും തമ്മിൽ പരസ്പര നിബദ്ധമായി നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അനേക ആത്മീക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന, നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് ഈ യോശുവയുടെ പുസ്തകം. ഉപദേശപരമായി പറഞ്ഞു കഴിയുമ്പോൾ ഈ പുസ്തകം ചരിത്രപരമായി പ്രവൃത്തിയുടെ പുസ്തകത്തോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന പുസ്തകത്തെ ഉപദേശപരമായി ചിന്തിക്കുമ്പോൾ അത് പുതിയ നിയമത്തിലെ എഫേസ്യ ലേഖനത്തോട് ചേർന്നാണ് വരുന്നത്. യോശുവയുടെ പുസ്തകത്തിലെ ഉപദേശങ്ങളും എഫേസ്യ ലേഖനത്തിൽ പറയപ്പെടുന്നതായിട്ടുള്ള ഉപദേശവും പരസ്പര നിബദ്ധമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിലെ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയെക്കുറിച്ച് വിവരിക്കുന്നു. അവര് വാസ്തവത്തില് വീണ്ടെടുക്കപ്പെട്ട ജനം ദൈവം അവർക്ക് കനാൻ ദേശത്ത് വാഗ്ദത്തം ചെയ്ത അവരുടെ ഭൗമികമായ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് യോശുവയുടെ പുസ്തകത്തിന്റെ ഐതിഹാസികമായിരിക്കുന്ന ഇതിവൃത്തം. എഫേസ്യ ലേഖനത്തിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമായി പൊതുജനം പ്രാപിച്ച വിശ്വാസികളായ ആളുകൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കലവറയിലേക്ക് പ്രവേശിക്കുന്നതിനെ പരിശുദ്ധാത്മാവ് വിശകലനം ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഈ യോശുവയുടെ പുസ്തകത്തിലെ കനാൻ ദേശത്തെ അനുഗ്രഹങ്ങൾക്ക് അവർ അവകാശികളായി തരുവാൻ അവർ കൈകൊണ്ട് അധ്വാനം ചെയ്യേണ്ടതായി വന്നില്ല. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
അവർ കൈകൊണ്ട് അധ്വാനിച്ചില്ല. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഈ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് വിശ്വാസികളായ നമ്മൾ കടന്നു വന്നത് നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികൾ മുഖാന്തരമല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാകുന്നു എന്ന് പൗലോസ് അവിടെ പറയുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വാസ്തവത്തില് ഈ ജാതികളുടെ 7 ജാതികളുടെ ദേശത്തെ യോശുവയും കാലേബും കൂടെ അത് കൈവശപ്പെടുത്തി ഇസ്രായേലിലേക്ക് അവകാശമാക്കി മാറ്റുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വലിയ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഈ യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിൽ അതുപോലെ തന്നെ നാം വിശ്വാസികളായ പുതിയ വിശ്വാസികളായ നമുക്കുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടത്തെക്കുറിച്ചും ആ പോരാട്ടത്തെ ജയിച്ച് ജയാളികളായി ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് പോരാടി ജയാളികളായി തീരുന്ന വിശുദ്ധന്മാരെയും നമുക്ക് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. ചരിത്രപരമായി ഈ പുസ്തകം പുതിയ നിയമത്തിലെ പ്രവർത്തിത പുസ്തകത്തിന് നിഴലായും ഉപദേശപരമായി ഈ പുസ്തകം പുതിയ നിയമത്തിലെ എഫേസ്യ ലേഖനത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന അതിന്റെ തെളിവായും അല്ലെങ്കിൽ അതിന്റെ ചിത്രമായിട്ടും നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ ഒരു വേദപണ്ഡിതാവിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത 5 പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പല സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു വേദവിദ്യാർത്ഥിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത 5 പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ശിത്തീം എന്ന് പറയുന്ന സ്ഥലമാണ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അവർ ശിത്തീമിലെത്തി എന്ന് വായിക്കുന്നു. ശിത്തീം എന്ന പേരിന്റെ അർത്ഥം ഷെയിം, അതായത് ലജ്ജ എന്നാണ്. അവിടെ വാസ്തവത്തില് അവർ ആ ശിത്തീമിൽ പാർക്കാതെ അവിടെ നിന്ന് അവർ എഴുന്നേറ്റ് യാത്ര പുറപ്പെടണമായിരുന്നു. ശിത്തീമിലെത്തിയ ജനം ലജ്ജ എന്ന് അർത്ഥം വരുന്ന ആ സ്ഥലത്ത് തമ്പടിച്ച് കിടക്കാതെ അവിടെ നിന്ന് അവർ ചെയ്യണമായിരുന്നു, അവർ മുൻപോട്ട് യാത്ര ചെയ്യണമായിരുന്നു. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വിവിധ ആളുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വ്യത്യസ്തമായ നിലയിലുള്ള ശിത്തീമിന്റെ, അതായത് ലജ്ജയുടെ അനുഭവങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെ കിടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതായത് പാപം, വളരെ മോശപ്പെട്ട സ്വഭാവചേഷ്ടകൾ, ഇതെല്ലാം പലരുടെയും ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട്. അത് ലജ്ജാവഹമായ കാര്യങ്ങളാണ്. അപ്പൊ ലജ്ജിപ്പിക്കുന്ന നിലയിലുള്ളതാണ്. അങ്ങനെയുള്ള ഹാബിറ്റുകളിൽ നിന്ന്, സ്വഭാവചേഷ്ടകളിൽ നിന്ന്, പാപ സ്വഭാവങ്ങളിൽ നിന്ന് വിശ്വാസം എന്ത് ചെയ്യണം? അവരെ വാസ്തവത്തിൽ ഉണർന്ന് എഴുന്നേറ്റ് അവരെ തങ്ങളുടെ ജീവിത യാത്ര ചെയ്യണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. രണ്ടാമതായി നമ്മൾ വായിക്കുന്ന സ്ഥലമാണ് യോർദാൻ. ഒന്നാമത് ശിത്തീമിലെ എന്ന് പറയുന്ന ശിത്തീം എന്ന് പറയുന്ന സ്ഥലം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. രണ്ടാമത്തെ സ്ഥലം യോർദാൻ എന്നാണ്. യോർദാനാണ് കനാനിലേക്കുള്ള മാർഗതടസ്സമായി നിന്നത്. ഇരുകര കവിഞ്ഞ് ഒഴുകുന്ന യോർദാൻ നദി. യോർദാന്റെ പേര് മരണം എന്നും കൂടിയാണ്. ഒരു പാട്ടുകാരൻ പാടുമ്പോൾ മരണ നിഴലാം യോർദാൻ കടന്ന് സ്വർഗ സിയോൻ നാട്ടിലെത്തുമ്പോൾ തൻ കൃപയിൻ കരുതലുകൾ അറിഞ്ഞു ഞാൻ അനുഭവിക്കും എന്ന് അദ്ദേഹം പാടിയിട്ടുണ്ട്. യോർദാന് മരണത്തിന്റെ ചിത്രമാണ്. യോർദാൻ കടക്കാതെ വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പ്രവേശിക്കുവാൻ ഇസ്രായേലിലേക്ക് സാധിക്കുമായിരുന്നില്ല. അത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിജയകരമായ ജീവിതത്തെയാണ് കാണിക്കുന്നത്. വാസ്തവത്തില് ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരായ ആളുകളുടെ കാലുകൾ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ നാം വായിക്കുന്നു, യോർദാൻ അവരുടെ മുമ്പാകെ 2ആയി പിളർന്നു. അതായത് ചെങ്കടൽ പിളർത്തിയ ദൈവം യോർദാനെ 2ആയി പിരിയിച്ചു. ഇത് വാസ്തവത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെയും അടക്കത്തിന്റെയും ഒരു നിഴലായി നമുക്ക് വിവക്ഷിക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ, അവൻ നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, ദൈവത്തെ അസത്യവാദിയാക്കുന്നു. എന്നാൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വിശ്വാസികളുടെ സ്നാനത്തിന്റെയും കൂടെ ഒരു ചിത്രമായി ഇസ്രായേലിയർ ഈ യോർദാൻ കടന്ന അനുഭവത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും.
അപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ പറയപ്പെടുന്ന 5 സ്ഥലങ്ങൾ. ഒന്നാമത്തെ സ്ഥലം ശിത്തീം. അതിന്റെ പേരിന്റെ അർത്ഥം ലജ്ജ. ലജ്ജാവഹമായ പല കാര്യങ്ങളും പല ആളുകളുടെയും ജീവിതത്തിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെ കിടക്കാറുണ്ട്. അങ്ങനെയുള്ള ലജ്ജാവഹമായ കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം? അതിനോട് വിട പറഞ്ഞ് അവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്ര മുൻപോട്ട് നയിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. രണ്ടാമത്തെ സ്ഥലമാണ് യോർദാൻ. യോർദാനാണ് കനാനിലേക്കുള്ള പ്രവേശന കവാടമായി നിൽക്കുന്നത്. കനാനിലേക്കുള്ള പ്രവേശനത്തിന്റെ തടസ്സമായി നിൽക്കുന്നത് ഇരകര കവിഞ്ഞു നിൽക്കുന്ന ഒഴുകുന്ന യോർദാനാണ്. ഈ യോർദാൻ കടന്നാൽ കനാനാണ്. ഇപ്പൊ യോർദാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെയും അടക്കത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും അത് വാസ്തവത്തിൽ ജീവിതത്തിൽ അനുഭവമാക്കിയ വിശുദ്ധന്മാരുടെ ജീവിത അനുഭവത്തിന്റെ സ്നാനത്തിന്റെ അനുഭവത്തെയും നമ്മെ ഓർപ്പിക്കുന്ന മനോഹരമാകുന്ന ഒരു അനുഭവമാണ്. ഇനി മറ്റു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ സ്ഥലം യോശുവയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഗിൽഗാൽ, നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. റോളിംഗ്, പ്ലേസ് ഓഫ് റോളിംഗ്. സിൻ റോൾഡ് അവേ, പാപം നീക്കപ്പെട്ട സ്ഥലം. പണ്ട് BBSന് ബാല്യകാലത്ത് പഠിക്കുമ്പോൾ BBSന്റെ ഗാനങ്ങളിൽ പഠിപ്പിച്ച ഒരു പാട്ട് എന്റെ മനസ്സിൽ പലപ്പോഴും സന്തോഷത്തോടെ ഉയർന്നു വരാറുണ്ട്. റോൾഡ് അവേ, റോൾഡ് അവേ, റോൾഡ് അവേ, എവരി ബർഡൻ ഓഫ് മൈ ഹാർട്ട് റോൾഡ് അവേ. അപ്പം റോൾഡ് അവേ, റോൾഡ് അവേ, റോൾഡ് അവേ, എവരി ബർഡൻ ഓഫ് മൈ ഹാർട്ട് റോൾഡ് അവേ. നീങ്ങിപ്പോയി, 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 എൻ പാപഭാരമെല്ലാം നീങ്ങിപ്പോയി, സർവപാപങ്ങളും യേശുവിൻ രക്തത്താൽ ഹല്ലേലൂയ നീങ്ങിപ്പോയി, 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 എൻ പാപഭാരമെല്ലാം നീങ്ങിപ്പോയി. ഗിൽഗാൽ, 5-ാമത്തെ യോശുവ 5:9. നിന്ന ഉരുട്ടി കളഞ്ഞ സ്ഥലം. വാസ്തവത്തില് ഇവിടെ വെച്ചാണ് ഇസ്രായേലിലെ ആ മരുഭൂമിയിൽ വെച്ച് ജനിച്ച ആളുകളെ പരിച്ഛേദന ഏൽപ്പിക്കുന്നത്. നിങ്ങൾക്കറിയണം, യഹൂദന്മാരെല്ലാവരും പരിച്ഛേദനക്കാരാണ്, പുരുഷ പ്രജകൾ. അത് മരുഭൂമിയിൽ വെച്ച് ജനിച്ച ആളുകളെ, കുഞ്ഞുങ്ങളെ പരിച്ഛേദന ചെയ്തത് എവിടെ വെച്ചാണ്? ഈ പറയപ്പെട്ട ഗിൽഗാൽ വെച്ചാണ്. ആ പരിച്ഛേദന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് ചെവിക്ക് ലഭിക്കുന്ന പരിച്ഛേദനയുടെ നിഴലാണ്. നമ്മുടെ നിന്നയെ എന്നേക്കുമായി നീക്കിക്കളയുന്ന ജീവിത അനുഭവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. കൊലോസ്യ ലേഖനം 2-ാം വാക്യം. അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ പുതിയ ജീവിതത്തിന്റെ അനുഭവങ്ങളുമായിട്ടാണ് ഇസ്രായേലിൽ യാത്ര തുടങ്ങിയത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹൃദയത്തിനും ചെവിക്കും നിരന്തരമായി പരിച്ഛേദന പ്രാപിക്കുമ്പോൾ, എന്തായാലും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തേഫാനോസ് പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായത്തിൽ പ്രസംഗിക്കുമ്പോൾ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഏൽക്കാത്തവരായുള്ളവരെ എന്നാണ് അവരെ സംബോധന ചെയ്യുന്നത്. അപ്പൊ ഹൃദയത്തിന് പരിച്ഛേദന ഏൽക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്താലുള്ള അനുതാപം ഉണ്ടാകുക എന്നാണ് അർത്ഥം. ചെവിക്ക് പരിച്ഛേദന കേൾക്കുക എന്ന് പറഞ്ഞാൽ വചനം കേട്ട് ചെവിയിൽ കുറ്റബോധം ഉണ്ടാകുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ വിശ്വാസികൾ എന്ത് ചെയ്യണം? നിന്ന നീക്കിക്കളയപ്പെട്ട സ്ഥലമാണ് ഗിൽഗാൽ. അവിടെ നിന്നാണ് നമ്മുടെ പാപത്തിന്റെ നിന്ന ദൈവം എന്നേക്കുമായി നീക്കിയത്. അവിടെ മുതല് പുതിയ ദേശത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് ജനം വരികയാണ്. There is a new fruit in the new land. പുതിയ ദേശത്ത് പുതിയ ഫലങ്ങൾ. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ പുതുസൃഷ്ടിയായി മാറുന്നു. അവനിൽ പിന്നെ ഉണ്ടാകുന്ന പുതിയ ഫലങ്ങളാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ശിത്തീം, യോർദാൻ, ഗിൽഗാൽ. 4-ാമത്തെ സ്ഥലം യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം. അവിടെ വായിക്കുന്ന ഷീലോ എന്ന് പറയുന്ന സ്ഥലമാണ്. ഷൈലോ എന്നാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത്. ഷീലോ, യഹോവയുടെ പെട്ടകം ഷീലോവിൽ തിരശ്ശീലയ്ക്ക് അകത്ത് വെച്ചിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ ഷീലോ എന്ന് പറയുന്ന സ്ഥലം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഷൈലോ, അതായത് ഷീലോ എന്ന പേരിന്റെ അർത്ഥം സമാധാനം എന്നാണ്. പീസ്, സമാധാനം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്ന അവിടെയാണ്. യഹോവയുടെ നിയമപ്പെട്ടകം സൂക്ഷിച്ചു വരുന്ന സ്ഥലം അവിടെയാണ്. അത് ഷീലോവിലാണ് സൂക്ഷിച്ചു വരുന്നത്. വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിക്കുന്നതും ആരാധിക്കേണ്ടതും ഈ സ്ഥലത്താണ്. വാസ്തവത്തില് നമ്മൾ ആരാധനയ്ക്കായി ദൈവസ്ഥലം കൂടുമ്പോൾ വർഷിപ്പ് ഈസ് ദ റിയൽ പ്ലേസ്
ഓഫ് പീസ് ആൻഡ് ജോയ്. അത് വാസ്തവത്തില് ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും യഥാർത്ഥമായിരിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വേദിയാണ്. ശീലോവിലാണ് ദൈവജനം ദൈവത്തിന് നിയമപ്പെട്ടവത്തെ സൂക്ഷിച്ചിരുന്നത്. അത് ആരാധനയുടെ സ്ഥലമാണ്. വീണ്ടെടുക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തിന്റെ എല്ലാ ലജ്ജയും ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിന്റെ മരണയടക്ക പുനരുത്ഥാനത്തിന്റെ നിഴലായി യോർദാനിൽ കൂടെ കടന്ന് ഉരുട്ടിക്കളഞ്ഞ സ്ഥലമായ ഗിൽഗാലിലൂടെ പ്രവേശിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ശീലോവിൽ കടന്നു വന്ന് ദൈവത്തിന് ജീവാത്മകമായിരിക്കുന്ന ആരാധന അർപ്പിക്കും. അത് എവിടെയാണെന്ന് സൈമൺ സാർ ദൈവത്തിന്റെ പാട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നുള്ളമാകും മഹാദേവാലയത്തിൽ നിന്ന് പൊന്തും നിനക്ക് വന്ദനം പരമേശ. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന് സ്തുത്യർഹമായ ജീവനുള്ള ആരാധന അർപ്പിക്കണം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നു. 5-ാമത്തെ സ്ഥലം പറയുന്നു 24-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, 1 ശമൂവേൽ 12-ാം അധ്യായം. യോശുവയുടെ പുസ്തകം 24:11. ആ സ്ഥലത്തിന്റെ പേര് പറയുന്നത് ഷെക്കേം എന്നാണ്. ഷെക്കേം എന്ന പേരിന്റെ അർത്ഥം നട്ടല്, ബലം എന്നൊക്കെയാണ്. അതോറിറ്റി, അധികാരം, നട്ടല്, ബലം എന്നൊക്കെ അർത്ഥമുണ്ട്. ലുക്ക് അറ്റ് ദി ഡിറ്റർമിനേഷൻ ഓഫ് ജോഷുവ. യോശുവയുടെ തീരുമാനം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ യോശുവ നല്ല നട്ടലിലോടെ, നല്ല ബലത്തോടെ, നല്ല ഉറപ്പോടെ, ധൈര്യത്തോടെ ജനത്തെ വിളിച്ചുകൂടി പറയുകയാണ്, നിങ്ങൾ മരുഭൂമി വഴിയായി നടന്നു വരുമ്പോൾ മരുഭൂമിയിൽ കണ്ട ജാതികളുടെ ദേവന്മാരെ നിങ്ങൾക്ക് സേവിക്കണമെങ്കിൽ സേവിക്കാം. ഇറ്റ് ഈസ് അറ്റ് യുവർ ചോയ്സ്. എന്നാൽ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വാസ്തവത്തില് ദൈവം തന്റെ സ്നേഹകരങ്ങളാൽ ഈ സ്ഥലങ്ങൾ കൂടിയൊക്കെ ഒരു വിശ്വാസിയെ നടത്തി ആ അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവങ്ങൾ കൂടി അവനെ ആനയിച്ച് തന്നെ സമ്പൂർണമായും യേശു ക്രിസ്തുവിൽ ഈ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക്, യാത്രയിലേക്ക് അവനെ നയിക്കുന്നു. യോശുവയുടെ പുസ്തകത്തിലെ അതിപ്രധാനമായ കാതലായ കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ഈ പുസ്തകം ചരിത്രപരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തോടും ഉപദേശപരമായി എഫേസ്യ ലേഖനത്തോടും ബന്ധമുള്ളതാണ്. 5 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ശിത്തീം, അതായത് ലജ്ജ, ജീവിതത്തിന്റെ പാപങ്ങളെയും ലജ്ജയും ജീവിതത്തിൽ നിന്ന് എറിഞ്ഞു കളയുന്നതിനെ ഓർപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ യോർദാൻ, കനാനിലേക്ക് പ്രവേശിക്കുന്ന തടസ്സമായി നിൽക്കുന്ന യോർദാൻ മരണത്തിന്റെ ചിത്രമാണ്. ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ദൃഷ്ടാന്തം. 3-ാമത് ഗിൽഗാൽ, അവിടെ വെച്ചാണ് മരുഭൂമിയിൽ വെച്ച് ജനിച്ച ആൺപ്രജകളായ ഇസ്രയേലിൽ എല്ലാവരും പരിചയപ്പെട്ടത്. പാപം നീക്കപ്പെട്ട സ്ഥലം, എന്നേക്കുമായി നമ്മുടെ പാപത്തിന്റെ ഭാരം നമ്മിൽ നിന്ന് നീക്കപ്പെട്ടതായ സ്ഥലം. അതാണ് കാൽവറിലെ ക്രൂശിന്റെ നിഴലാണ് ഗിൽഗാൽ. അടുത്തത് ഷീലോ എന്ന് പറയുന്ന സ്ഥലം. ആ ഷീലോവ് എന്ന് പറയുന്ന സ്ഥലം സമാധാനം എന്നാണ് അർത്ഥം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സമാധാനമുള്ളവരായി സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവസമാധാനം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സമാധാനത്തിൽ ആരാധിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ സ്ഥലമാണ് ഷെക്കേം. ഷെക്കേം എന്ന് പറഞ്ഞാൽ നട്ടല്, അതുപോലെ തന്നെ ഉറപ്പ്, അതോറിറ്റി, ആധികാരികത എന്നിവ സൂചിപ്പിക്കുകയാണ്. ഇസ്രായേലിനെ കൊണ്ട് മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ട മരുഭൂമി വഴിയായി പിസ്കയുടെ താഴ്വരയിൽ വന്നിട്ട് അവിടുന്ന് യോർദാൻ കടന്ന് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കപ്പെട്ട ഈ ഇസ്രായേൽ ജനം, അവരെ കൂട്ടിവരുത്തി യോശുവ പറയുകയാണ്, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. വിധി നിർണായകമായ ഒരു തീരുമാനം. ഈ 5 സ്ഥലങ്ങൾ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ 5 അനുഭവങ്ങളെയാണ് നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടിയിരിക്കുന്നത്. ആ 5 അനുഭവങ്ങൾ നമ്മൾ യാത്ര ചെയ്ത് ഏറ്റവും ഒടുവിൽ വരുമ്പോൾ വിജയാളികളായ ക്രിസ്തീയ വിശ്വാസികളായി ദൈവസേനയിൽ പ്രതീക്ഷിക്കപ്പെടുകയാണ്. വരുന്ന നാളുകളിൽ യോശുവയുടെ പുസ്തകത്തിലെ ഈ ആത്മീക സന്ദേശം പഠനം നമ്മുടെ എല്ലാവരുടെയും ആത്മീക ജീവിത യാത്രയിൽ ഈ 5 സ്ഥലങ്ങൾ കൂടെ ഞാൻ നിങ്ങളത് കടന്നു പോകാറുണ്ട്. നമുക്കത് പ്രചോദനമായി, ചിന്താവിഷയമായി, അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മഹത്വപരമായ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുപ്രവർത്തകൻ, സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുഴ.